വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചിക്കൻ പിക്കിളിൻ്റെ ഒരു വ്യത്യസ്ത റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. അതിന് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വെള്ളം വാർന്നു പോയതിന് ശേഷം ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നീട് കുറച്ചധികം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വെച്ചതും കുറച്ച് വേപ്പിലയും നമുക്ക് ആവശ്യമുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിൽ നമുക്ക് നന്നായി ഒന്ന് വറുത്തു കോരാം. ഒരുപാട് ക്രിസ്പിയാക്കി എടുക്കേണ്ട, ചെറുതായി ഒരു സോഫ്റ്റ്നെസ്സോടു കൂടി തന്നെ, എന്നാൽ വെള്ളം മുഴുവൻ വറ്റിപ്പോയതിനു ശേഷം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ചിക്കൻ മുഴുവനായി വറുത്തു കോരിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. എണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കടുകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇഞ്ചിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചെറുതായി ഒന്ന് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം അതിലെ വാട്ടർ കണ്ടൻറ്റ് നന്നായി പോയതിന് ശേഷം മാത്രമേ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. എങ്കിൽ മാത്രമേ അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഇതും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നമ്മൾ എണ്ണയിൽ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഉണ്ടാകുന്നത്. എല്ലാം നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇളക്കുന്ന ആ ഒരു ചട്ടുകത്തിൽ തന്നെ നമുക്കത് അറിയാൻ കഴിയും. ഒരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയും നമ്മുടെ സാധാരണ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കായം പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും ആണ്. എല്ലാം നന്നായി എണ്ണയിലേക്ക് വഴറ്റി ചേർക്കണം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നന്നായി മൂത്ത് ഈ മസാലപ്പൊടികൾ നന്നായി മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അച്ചാറിനൊരു പച്ചമണമാണ് നമുക്ക് അനുഭവപ്പെടുക. നന്നായി മസാലപ്പൊടികൾ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള വിനാഗിരി ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഗ്രേവി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ നന്നായി ആ ഗ്രേവിയിലേക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ കുറച്ച് നേരം വയ്ക്കുക. നന്നായി എണ്ണ തെളിയുന്നത് വരെ
ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് വാട്ടറി ആയിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യും. പക്ഷേ ഒരു മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഗ്രേവി ശരിയായിട്ട് സെറ്റ് ആവുകയുള്ളൂ. ആ സമയത്തേക്ക് ഗ്രേവി നന്നായി തിക്കായിട്ടുണ്ടായിരിക്കും. ഉപ്പും മുളകും പുളിയും എല്ലാം ചിക്കനിലേക്ക് പിടിക്കുമ്പോഴേക്കും അച്ചാർ ശരിയായിരിക്കും.